യോഗേട്ട് ആരോഗ്യത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. യോഗേട്ട് എന്ന് പറഞ്ഞാൽ തൈര് പോലെ തന്നെ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന മറ്റൊരു പാലിൽ നിന്നും ഉണ്ടാക്കുന്ന ഘടകമാണ്. ഇതിനകത്ത് നമ്മുടെ കുടലിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ, രണ്ടിനം ബാക്ടീരിയകൾ കൊണ്ടാണ് യോഗേട്ട് ഉണ്ടാക്കുന്നത്. യോഗേട്ടിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി മിനറൽസ്, പ്രത്യേകിച്ച് കാൽഷ്യം, പ്രോട്ടീൻ, മെഗ്നീഷ്യം പോലുള്ള ഘടകങ്ങൾ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ച ഒരു ഭക്ഷണമായിട്ട് ഇവ ഉപയോഗിക്കാം. മാത്രമല്ല പ്രോബയോട്ടിക് ഭക്ഷണമായതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും നമുക്കിത് നല്ലതാണ്. കുട്ടികൾക്കെല്ലാം യോഗേട്ട് നൽകുന്നത് നല്ലതാണ്. പക്ഷേ നല്ലതാണ് എന്ന് കരുതി നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഫ്രൂട്ട് യോഗേട്ടുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. പലപ്പോഴും പലവിധ പഴങ്ങൾ കൂടി ചേർത്ത ഫ്രൂട്ട് യോഗേട്ടുകൾ കഴിക്കുന്നത് നല്ലതല്ലേ എന്ന് കരുതി ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെറിയ ഫ്രൂട്ട് യോഗേട്ട് പാക്കറ്റുകൾ വാങ്ങി കഴിക്കുന്ന ആൾക്കാരുണ്ട്. മധുരം കിട്ടും, നല്ലതുമാണ് എന്ന് കരുതി കഴിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അറിയുന്നില്ല ഇതിനകത്ത് വളരെ ഉയർന്ന അളവിൽ, ഐസ്ക്രീമിനേക്കാൾ കൂടുതൽ അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര ഉയർന്ന അളവിൽ, മധുരം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്വീറ്റ് യോഗേട്ടുകളുടെ അപകടം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പല പ്രോബയോട്ടിക് ഘടകങ്ങളെയും നമ്മുടെ കുടലിനകത്ത് വർക്ക് ചെയ്യിക്കാൻ അല്ലെങ്കിൽ വലിച്ചെടുക്കാൻ സാധിക്കത്തില്ല. ഇതിനകത്തുള്ള കാൽഷ്യം ശരീരത്തിന് വലിച്ചെടുക്കുന്നതിൽ നിന്നും തടസ്സപ്പെടും. മാത്രമല്ല ഇത് നമ്മുടെ കുടലിനകത്തുള്ള നല്ല ബാക്ടീരിയകൾ വളരുന്നതിന് പകരം ഈ മധുരം കൊണ്ട് കുടലിനകത്ത് ചീത്ത ഫംഗസുകളോ ചീത്ത ബാക്ടീരിയകളോ വർദ്ധിക്കുന്നതിന് കാരണമാകും. അതായത് ഗുണകരം എന്ന് കരുതുന്നത് നമുക്ക് ദോഷകരമാകാൻ കാരണമാകും. ഫ്രൂട്ട് യോഗേട്ട് അല്ലെങ്കിൽ സ്വീറ്റ് യോഗേട്ട് ചെറിയ കുട്ടികൾക്ക് ഐസ്ക്രീമിനൊക്കെ പകരം വാങ്ങി നൽകാവുന്ന ഒരു മധുര പലഹാരമാണ്. വല്ലപ്പോഴും ചെറിയ അളവിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ മുതിർന്നവരോ വണ്ണക്കൂടുതലുള്ളവരോ നല്ലതെന്ന് കരുതി ഒരിക്കലും ഈ സ്വീറ്റ് യോഗേട്ടുകൾ ഉപയോഗിക്കാതിരിക്കുക. സാധാരണ കിട്ടുന്ന നോർമൽ യോഗേട്ട് വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് എല്ലാ ഈ യോഗേട്ട് ലവേഴ്സിന്റെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ.